Alhamdulillah, Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin ala ali Muhammad. ഇന്നിനി നമുക്ക് സൂറത്തു തൗബയിലെ 111-ാമത്തെ സൂക്തമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. إن الله اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة يقاتلون في سبيل الله فيقتلون ويقتلون وعدا عليه حقا في التوراة والإنجيل والقرآن ومن أوفى بعهده من الله فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم. إن الله നിശ്ചയം അല്ലാഹു ഇഷ്തറ അവൻ വിലക്ക് വാങ്ങി മിനൽ മുഅ്മിനീന വിശ്വാസികളിൽ നിന്നു അംഫുസഹും അവരുടെ ദേഹങ്ങളെ, അവരുടെ ശരീരങ്ങളെ, അല്ലെങ്കിൽ അവരുടെ ജീവനുകളെ, വംവാലഹും അവരുടെ മുതലുകളെയും സമ്പത്തുകളെയും, ബി അന്ന ലഹും അവർക്കതിന് പകരമായി, ബി അന്ന ലഹും അവർക്കുണ്ടെന്നതിന് പകരമായി അൽ ജന്ന സ്വർഗം. യുഖാത്തിലൂന അവർ യുദ്ധം ചെയ്യുന്നു, ഫീ സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ഫയഖുത്തുലൂന അങ്ങനെ അവർ വധിക്കുന്നു, വയുഖുത്തലൂന വധിക്കപ്പെടുകയും ചെയ്യുന്നു. വഅദൻ അലൈഹി തൻ്റെ മേൽ ബാധ്യതയുള്ള കരാറാണിത്, വാഗ്ദാനമാണിത്. വഅദ് വാഗ്ദാനം അല്ലെങ്കിൽ കരാർ, അലൈഹി അവൻ്റെ മേൽ ബാധ്യതയായിട്ടുള്ള, ഹക്കൻ സത്യനിഷ്ഠമായ, യാഥാർത്ഥ്യമായ, ഫി തൗറാത്തി തൗറാത്തിൽ, വൽ ഇഞ്ചീൽ ഇഞ്ചീലിലും, വൽ ഖുർആനി ഖുർആനിലും, വബൻ ഔഫ ആരാണ് പാലിക്കുന്നവൻ, ബി അഹ്ദിഹി തൻ്റെ കരാറിനെ, മിനല്ലാഹി അള്ളാഹുവിനേക്കാൾ, ഫസ്തബ്ഷിറു ആയതിനാൽ നിങ്ങൾ സന്തോഷിക്കുക, ബി ബൈഇക്കും നിങ്ങളുടെ കച്ചവടത്തിൽ, അല്ലദീ ബായഅത്തും ബിഹി നിങ്ങൾ കച്ചവടമായി നടത്തിയ കച്ചവടത്തിൽ നിങ്ങൾ സന്തോഷിക്കുക. വദാലിക ഹുവ അതുതന്നെയാണ് അൽ ഫൗസുൽ അലീം മഹത്തരമായ വിജയം. ഒന്നുകൂടെ അർത്ഥം പറയാം. ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു ഇഷ്തറ അവൻ വിലക്ക് വാങ്ങി. ഷറ എന്ന് പറഞ്ഞാൽ വിറ്റു എന്നും ഇഷ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങി എന്നുമാണ്. ഇഷ്തറ മിനൽ മുഅ്മിനീന സത്യവിശ്വാസികളിൽ നിന്നും അവൻ വിലക്ക് വാങ്ങി, അംഫുസഹും അവരുടെ ദേഹങ്ങളെ, വ അംവാലഹും അവരുടെ മുതലുകളെയും, ബി അന്ന ലഹുമുൽ ജന്ന അവർക്ക് സ്വർഗമുണ്ടെന്നതിനു പകരമായി, സ്വർഗം നൽകാം എന്ന കരാറിൽ അള്ളാഹു സത്യവിശ്വാസികളുടെ ദേഹങ്ങളും അവരുടെ മുതലുകളും വിലക്ക് വാങ്ങി. യുഖാത്തിലൂന ഫീ സബീലില്ലാ അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു, ഫയഖുത്തുലൂന അങ്ങനെ അവർ കൊല്ലപ്പെടുന്നു, ഫയഖുത്തുലൂന അവർ കൊല്ലുന്നു, വയുഖുത്തലൂന കൊല്ലപ്പെടുകയും ചെയ്യുന്നു. വഅദൻ അലൈഹി ഹഖൻ തൻ്റെ മേൽ ബാധ്യതയായ സത്യസന്ധമായ കരാറാണത്. വഅദൻ കരാർ എന്ന അടിസ്ഥാനത്തിൽ, അലൈഹി അവൻ്റെ മേൽ, ഹക്കൻ സത്യനിഷ്ഠമായ, ഫി തൗറാത്തി തൗറാത്തിലുമുണ്ട്, വൽ ഇഞ്ചീൽ ഇഞ്ചീലിലുമുണ്ട്, വൽ ഖുർആൻ ഖുർആനിലും അതുതന്നെയാണ് അവൻ കരാർ ചെയ്യുന്നത്. വമൻ ആരാണുള്ളത്, ഔഫ പാലിക്കുന്നവനായിട്ട്, ബി അഹ്ദിഹി തൻ്റെ കരാറിനെ, മിനല്ലാഹി അള്ളാഹുവിനേക്കാൾ, ഫസ്തബ്ഷിറു ആയതിനാൽ നിങ്ങൾ സന്തോഷിച്ച് കൊള്ളുക, ബി ബൈഇക്കുമുല്ലദീ ബായഅത്തും ബിഹി നിങ്ങൾ നടത്തിയ നിങ്ങളുടെ കച്ചവടത്തിൽ, വദാലിക ഹുവൽ ഫൗസുൽ അലീം അതുതന്നെയാകുന്നു മഹത്തരമായ വിജയം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞ മഹത്തായ വിജയം നേടുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു വിശ്വാസികളിൽ നിന്ന് അവരുടെ ജീവനുകളെയും മുതലുകളെയും വിലക്ക് വാങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ലോകം, ഈ പ്രപഞ്ചം മുഴുവനും അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്.
സ്വാഭാവികമായും വിശ്വാസികളും അവർ തങ്ങളുടേതാണെന്ന് മനസ്സിലാക്കി ധരിച്ച് വെച്ചിട്ടുള്ള മുതലുകളും അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. കാരണം എന്താ? അള്ളയാണ് നിർമ്മിച്ചവൻ, അള്ളയാണ് സൃഷ്ടാവ്, അള്ളയാണ് സംരക്ഷകൻ. അതിൻ്റെ അന്തിമനായ ഉടമസ്ഥനും അള്ളാഹു തന്നെ. അപ്പോൾ അള്ളാഹുവിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ളതാണ് നമ്മുടെ ശരീരം, നമ്മുടെ സമ്പത്ത്. നമ്മുടേതാണെന്ന് നമ്മൾ വാദിക്കുന്നതൊക്കെ എന്തുണ്ടോ അതൊക്കെയും അള്ളാഹുവിൻ്റേതാണ്. എന്നിട്ടും അള്ളാഹ് പറയുക, അള്ളാഹ് വിലക്ക് വാങ്ങി നിങ്ങൾക്ക് പകരം സ്വർഗം തരാം. അപ്പോൾ അള്ളാഹ് വിശ്വാസികൾക്ക് വലിയ ഒരു വാഗ്ദാനം നൽകുകയാണ്. നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ സമ്പത്തും സൗകര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ത്യജിക്കാൻ സന്നദ്ധരാവണം. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ അള്ളാഹുവിന് വേണ്ടി നൽകാൻ കഴിയാത്ത ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അഥവാ നിങ്ങളുടെ ശരീരമാകട്ടെ, നിങ്ങളുടെ സമ്പത്തുകളാവട്ടെ, നിങ്ങളുടെ സൗകര്യങ്ങളാവട്ടെ, നിങ്ങളുടെ കഴിവുകളാവട്ടെ, നിങ്ങളുടെ സിദ്ധികളാകട്ടെ, നിങ്ങളുടെ അധീനതയിലാണെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഈ ലോകത്തിലെ എന്താവട്ടെ അതൊക്കെയും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റേതാണ്. എന്നിട്ടും അള്ളാഹു പറയുന്നു, നിങ്ങളതൊക്കെയും അവന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവൻ നിങ്ങൾക്ക് പകരം മരണാനന്തരം സ്വർഗം തരാം. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വെടിയാൻ കഴിയാത്ത, ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒന്നും നമുക്കുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വളരെ ഗൗരവമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയം, നമ്മുടെ വിശ്വാസം നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തെ, നമ്മുടെ ദേഹത്തെ, നമ്മുടെ ധനത്തെ അള്ളാഹുവിന് സമർപ്പിക്കണം. അവന് സമർപ്പിക്കാൻ കഴിയാത്തതൊന്നും വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. ഇത് സൂറത്തു അൻആമിൽ നമ്മൾ പഠിച്ചതാണ്. 162 സൂക്തത്തിൽ. ഖുൽ ഇന്ന സ്വലാത്തി വ നുസുഖി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നമസ്കാരം, എൻ്റെ ആരാധനകളും നേർച്ചകളും, വ മഹ്യായ എൻ്റെ ജീവിതവും, വ മമാതി എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹുവിന്. നമസ്കാരം മാത്രമല്ല, നേർച്ചകളും ആരാധനകളും മാത്രമല്ല, വ മഹ്യായ എൻ്റെ ജീവിതമാസകലം, വ മമാതി എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു ബിദാലിക ഉമിർതു വ അന അവ്വലുൽ മുസ്ലിമീൻ. സൂറത്ത് അൻആം 162 163 ഒന്ന് എടുത്തു നോക്കി. അപ്പോൾ നമ്മുടെ ഭക്തിയും നമ്മുടെ ആരാധനയും മാത്രം അള്ളാഹുവിന് എന്നല്ല, മറ്റുള്ള കാര്യത്തിലൊക്കെ നമ്മൾ പൂർണ്ണരായി സ്വതന്ത്രരാണ് എന്നുമല്ല. ജീവിതം മുഴുവൻ അള്ളാഹുവിനുള്ളതാണ്. അങ്ങനെ അള്ളാഹുവിന് നമ്മൾ കൊടുത്താൽ അള്ളാഹു വെറുതെ ആക്കൂല. അള്ളാഹു നമുക്ക് സ്വർഗം തരും. അള്ളാഹുവിൻ്റേതു തന്നെയായ നമ്മുടെ ജീവനും നമ്മുടെ ശരീരവും നമ്മുടെ സൗകര്യങ്ങളും നമ്മുടെ സമ്പത്തൊക്കെ അള്ളാഹുവിന് നൽകണം. അത് നമ്മുടെ സ്വകാര്യ ജീവിതം മാത്രം നൽകിയാൽ മതിയാവില്ല. നമ്മുടെ വ്യക്തിപരവും സാമൂഹികവുമായ എല്ലാ ഇടപാടുകളും അള്ളാഹുവിൻ്റെ നിയമത്തിന് വിധേയമായിരിക്കണം. സുബ്ഹാനല്ലാഹ്. ഞാൻ ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യം ഈ വിഷയത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിൽ പെടാത്തതായി ഒന്നുമില്ല. അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്നത് പൂർണ്ണമായ വിവേചന അധികാരമാണ്. വേണമെങ്കിൽ സ്വീകരിച്ചോ, വേണ്ടെങ്കിൽ തള്ളിക്കളഞ്ഞു. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഉദ്ദേശിക്കുന്നവൻ ഇത് അംഗീകരിച്ചു കൊള്ളട്ടെ, അല്ലാത്തവൻ അത് നിഷേധിച്ചു കൊള്ളട്ടെ. പക്ഷെ നിഷേധിച്ചാൽ, അള്ളാഹുവിൻ്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞാൽ അതിന് മരണാനന്തരം അതികഠിനമായ ശിക്ഷയുണ്ടാകുമെന്ന് തുടർന്ന് അല്ലാഹു തആല താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട്.
അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയം, ഞാൻ എന്ന് പറയുന്ന ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ള, അവന് ഇഷ്ടപ്പെടാത്ത ഒന്നും എന്നിൽ നിന്നുണ്ടായിക്കൂടാ. ഒരടക്കോ അനക്കോ ഒന്നും ഉണ്ടായിക്കൂടാ, ഒരിടപാടും നിലപാടും ഉണ്ടായിക്കൂടാ. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗം. ആ ദീനിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കാനുള്ളതാണ്, അഥവാ അള്ളാഹുവിൻ്റെ നിയമത്തിനനുസരിച്ച് വിനിയോഗിക്കാനുള്ളതാണ് നമ്മുടെ ജീവിതവും മരണവും. നമ്മുടെ മരണവും. പിന്നെ എങ്ങനെ നമുക്ക് മറ്റ് ആദർശങ്ങൾക്ക് വേണ്ടി, മറ്റു ജീവിത ദർശനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവൻ കൊടുക്കാൻ കഴിയുക, നമ്മുടെ അധ്വാനം കൊടുക്കാൻ കഴിയുക? അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അധ്വാനിക്കാനുള്ളവരാണ് വിശ്വാസികൾ. വിശ്വാസികളിൽ പെട്ടവരാണെന്ന് അവകാശപ്പെടുമ്പോഴും മറ്റു ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും വേണ്ടി ജീവനും അധ്വാനവും സമ്പത്തും ചെലവഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അറിവില്ലായ്മ എന്നേ പറയാൻ കഴിയൂ. ഇന്നല്ലാഹ ഇഷ്തറ മിനൽ മുഅ്മിനീൻ, അള്ളാഹു വിശ്വാസികളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഞാൻ തന്നിട്ടില്ല എന്നാണ് താനോട് പറയാം. എൻ്റെ ശരീരം നിനക്ക് ഞാൻ തന്നിട്ടില്ല, എൻ്റെ സ്വകാര്യ ജീവിതം നിനക്ക് ഞാൻ തന്നു, പക്ഷേ പൊതുജീവിതം തന്നിട്ടില്ല. എൻ്റെ വ്യക്തി ജീവിതം തരാം, സാമൂഹ്യ ജീവിതം ഇല്ല. ഇങ്ങനെ പറഞ്ഞാൽ ഫമൻ ഷാഅ ഫൽയുമിൻ വമൻ ഷാഅ ഫൽയക്ഫുർ ഇന്നാ അഅ്തദ്നാ ലിദ്ദാലിമീന നാറൻ, അക്രമികൾക്ക് നമ്മുടെ നരകം ഒരുക്കി വെച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ചില അബദ്ധ മുദ്രാവാക്യങ്ങൾ പല രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും വിളിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ജീവൻ വേണോ ജീവൻ നൽകാം, രക്തം വേണോ രക്തം നൽകാം. ആർക്ക്? അള്ളാഹു അല്ലാത്ത ആദർശത്തിന് വേണ്ടി. അള്ളാഹ് പറയുക, നിങ്ങളുടെ ജീവനും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തൊക്കെ എൻ്റെ തങ്ങൾ എനിക്ക് വിട്ടുതളി, ഞാൻ നിങ്ങൾക്ക് പകരം മരണാനന്തരം സ്വർഗം തരാം. അപ്പോൾ അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കാൻ നമ്മൾ സന്നദ്ധരല്ലെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവനും രക്തവും സമ്പത്തും ചെലവഴിക്കുകയാണെങ്കിൽ അത് അബദ്ധത്തിൻ്റെ വഴിയായിരിക്കും, നഷ്ടത്തിൻ്റെ വഴിയായിരിക്കും. അത് നമ്മൾ തിരിച്ചറിയണം. ഞാനൊന്നുകൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അടുത്ത സൂക്തത്തിൽ, ഈ സൂക്തത്തിൽ പറഞ്ഞതിന് പുറമെ മറ്റു ചില ലക്ഷണങ്ങൾ കൂടി, ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ചവരുടെ ചില ലക്ഷണങ്ങൾ അടുത്ത സൂക്തത്തിൽ 111 അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചില ലക്ഷണങ്ങളല്ല, ഇവിടെ അല്ലാഹു തആല പറഞ്ഞാൽ അവർ യുദ്ധം ചെയ്യേണ്ടി വന്നാൽ യുദ്ധം ചെയ്യും, ചിലപ്പോൾ കൊല്ലേണ്ടി വന്നാൽ കൊല്ലും, കൊല്ലപ്പെടേണ്ടി വന്നാൽ കൊല്ലപ്പെടും. ബാക്കിയുള്ള 9 കാര്യങ്ങൾ അടുത്ത സൂക്തത്തിൽ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നാളെ മനസ്സിലാക്കാം. അള്ളാഹു അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ഞാൻ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്നല്ലാഹ ഇഷ്തറ, തീർച്ചയായും അള്ളാഹു വാങ്ങിയിട്ടുണ്ട്, മിനൽ മുഅ്മിനീന വിശ്വാസികളിൽ നിന്ന്, അംഫുസഹും അവരുടെ ദേഹങ്ങളെ, വ അംവാലഹും അവരുടെ മുതലുകളെയും, ബി അന്ന ലഹുമുൽ ജന്ന പകരം അവർക്ക് സ്വർഗമുണ്ടെന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ, യുഖാതിലൂന ഫീ സബീലില്ലാ, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. ഫയഖുത്തുലൂന അവർ കൊല്ലപ്പെടും, ഫയഖുത്തുലൂന അവർ കൊല്ലും, വയുഖുത്തലൂന അവർ കൊല്ലപ്പെടും. വഅദൻ അലൈഹി ഹഖൻ, അള്ളാഹു പാലിക്കാൻ ബാധ്യത ഏറ്റെടുത്ത കരാറാണത്. ഫി തൗറാത്തിലും വൽ ഇഞ്ചീലിലും വൽ ഖുർആനിലും അതുണ്ട്. വമൻ ഔഫ ബിഅഹദിഹി മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ കരാർ പൂർത്തീകരിക്കുന്നവൻ പിന്നെ ആരാണുള്ളത്? ഫസ്തബ്ശിറു ബിബൈഇക്കും അല്ലദീ ബഅഅ്തു ബി, നിങ്ങൾ ചെയ്തിട്ടുള്ള കച്ചവടത്തിൽ നിങ്ങൾ സന്തോഷിക്കുക. വദാലിക ഹുവൽ ഫൗസുൽ അലീം, അതത്രേ മഹത്തായ വിജയം. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തരമായ വിജയം നേടുന്ന ഭാഗ്യവാന്മാരെ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവനോ നമ്മുടെ സമ്പത്തുകളോ നമ്മുടെ അധ്വാനങ്ങളോ പരിശ്രമങ്ങളോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വിനിയോഗിക്കേണ്ട ഘട്ടം വന്നാൽ അതിന് വിനിയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കാൻ അവൻ നമുക്ക് തുണയേകുമാറാവട്ടെ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സഅത് മുസ്തഖറ വമുഖാമ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.